കെ.ബി. ഗണേഷ് കുമാറിന് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSSൽ ജനാധിപത്യമില്ലെങ്കിൽ കേസിന് പോകാൻ ഗണേഷ് കുമാറിനോട് സുകുമാരൻ നായർ ഗൂഢാലോചന നടത്തി തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും NSS ജനറൽ സെക്രട്ടറി പെരുന്നയിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടത്തിയ അതിരൂക്ഷ വിമർശനത്തിനുള്ള മറുപടിയാണ് സുകുമാരൻ നായർ നൽകിയത്. തിരുവനന്തപുരത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു സുകുമാരൻ നായർക്കെതിരെയുള്ള ഗണേഷ് കുമാറിന്റെ വിമർശനം. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ടും. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കാം. നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്. ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക് ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. ഇതിനെതിരെയാണ് സുകുമാരൻ നായർ ഗണേഷിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്നത്. ഞാൻ ഒരു ദ്രോഹവും അയക്ക് ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. പക്ഷേ ഗൂഢാലോചന നടത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ സ്ഥാനവും നഷ്ടപ്പെട്ടപ്പോഴാണ് ഗണേഷ് വിമർശനമുയർത്തിയത്. സ്വന്തം അച്ഛനെ തള്ളിപ്പറഞ്ഞയാളാണ് അദ്ദേഹമെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അല്ല, അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഗണേഷ് കുമാറും സുകുമാരൻ നായരും തമ്മിൽ വലിയ ആത്മബന്ധമാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിട്ടതും ഗണേഷിനെ NSS ഡയറക്ടർ ബോർഡ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തതുമാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായ ഏറ്റുമുട്ടൽ. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.